ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലോജൻസ് ആയിരുന്നു. ഹാലോജൻസുമായിട്ടുള്ള റിയാക്ടിവിറ്റിയിൽ ആൽക്കലി മെറ്റൽസ് എങ്ങനെയാണ് ഹാലോജൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു നമ്മൾ കണ്ടത്. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലെയുള്ള എലമെൻറ്റുകൾ ഹാലോജനുമായിട്ട് റിയാക്ട് ചെയ്ത് എങ്ങനെയാണ് അവരുടെ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത് എന്നൊരു കണ്ടീഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത്, ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതിലൊരു പോയിന്റ് പറയാൻ വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലിഥിയം പോലെയുള്ള ക്ലോറൈഡുകൾ, ലിഥിയത്തിൻ്റെ ക്ലോറൈഡ് നോക്കാമെന്ന് വിചാരിക്കുക, LiCl. ഓക്കെ, ലിഥിയം ക്ലോറൈഡ് LiCl കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ ലിഥിയം ക്ലോറൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിഥിയം ക്ലോറൈഡ് എളുപ്പത്തിൽ ഹൈഡ്രേറ്റ് ഫോം ചെയ്യും, LiCl.2H2O. എന്നാൽ സോഡിയത്തിൻ്റെയോ മറ്റുള്ള ക്ലോറൈഡുകളോ ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നില്ല. ലിഥിയം ക്ലോറൈഡിന് ഹൈഡ്രേറ്റ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. LiCl.2H2O എന്ന് ലിഥിയം ക്ലോറൈഡിൻ്റെ കേസിൽ വരുന്ന പോലെ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലോ അല്ലെങ്കിൽ റുബീഡിയം ക്ലോറൈഡിൻ്റെയോ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെയോ കേസിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലോജൻസിലെ ആൽക്കലൈൻ എർത്ത് മെറ്റലിലേക്ക് വരാം. ഇവിടെ M ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, ഇങ്ങനെ പറയുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഹാലോജൻസുമായിട്ട് റിയാക്ട് ചെയ്യാണ്. അതായത് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് MX2 ടൈപ്പ് ഹാലൈഡാണ് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ MgCl2, മെഗ്നീഷ്യം ക്ലോറൈഡ്, അതേപോലെ BeCl2, CaCl2 പോലെയുള്ള ഹാലൈഡുകൾ ഫോം ചെയ്യുന്നു. ഇതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫോം ചെയ്യുന്ന ഹാലൈഡുകൾ. ഓക്കെ, ഈ സാധാരണ ഈ ഹാലൈഡുകളൊക്കെ തന്നെ എലമെൻറ്റ്സ് ഹാലോജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെഗ്നീഷ്യം ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. എന്നാൽ ഈ ബെർലിയത്തിൻ്റെ കേസിൽ ബെർലിയത്തിൻ്റെ ഫ്ലോറൈഡ് ഫോം ചെയ്യുന്നതിനുള്ള ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. ബെർലിയം ഫ്ലൂറൈഡ് ഫോം ചെയ്യുന്നത്. ബെർലിയം ഫ്ലൂറൈഡ് ഫോം ചെയ്യുന്നത് അമോണിയം ബെർലിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, അമോണിയം ബെർലിയം ഫ്ലൂറൈഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് BeF2 ബെർലിയം ഫ്ലൂറൈഡും അതേപോലെ തന്നെ NH4F ഓക്കെ അമോണിയം ഫ്ലൂറൈഡും ഫോം ചെയ്യും. ഓക്കെ, ബെർലിയം ഫ്ലൂറൈഡും അമോണിയം ഫ്ലൂറൈഡും ഫോം ചെയ്യുന്നു. ഇതാണ് ബെർലിയം ഫ്ലൂറൈഡിൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ്. ഓക്കെ, ദെൻ ബെർലിയത്തിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് ബെർലിയം ക്ലോറൈഡ്. ഈ ബെർലിയം ക്ലോറൈഡ് സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് ബെർലിയം ഡയറക്റ്റ് ആയിട്ട് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടല്ല. ഓക്കെ, ബെർലിയം HCl-ഉമായിട്ട് റിയാക്ട് ചെയ്തിട്ടല്ല. അപ്പോൾ ബെർലിയത്തിൻ്റെ ക്ലോറൈഡിനെ പ്രിപ്പയർ ചെയ്യുന്നത് ബെർലിയം ഓക്സൈഡും കാർബണും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്. ഇത് ചില എക്സെപ്ഷണൽ കേസുകളായതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു, മെഗ്നീഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ പറയാം മെഗ്നീഷ്യം HCl-ഉമായിട്ട് റിയാക്ട് ചെയ്ത് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നു. അത്തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് സാധാരണ പറയാറുള്ളത്. ഇതിൽ ബെർലിയത്തിൻ്റെ കേസിൽ ബെർലിയം ക്ലോറൈഡും ബെർലിയം ഫ്ലൂറൈഡും ഫോം ചെയ്യുന്ന രണ്ട് എക്സെപ്ഷണൽ റിയാക്ഷൻ കണ്ടീഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് അമോണിയം ബെർലിയം ഫ്ലൂറൈഡിൽ നിന്ന് BeF2 ഫോം ചെയ്യുന്നതും അതേപോലെ തന്നെ ബെർലിയം ഓക്സൈഡ് BeO ബെർലിയം ഓക്സൈഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബെർലിയം ഓക്സൈഡിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് ആംഫോട്ടറിക്. ബെർലിയം ഓക്സൈഡ് കാർബണും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് ബെർലിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ബെർലിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ വരുന്നത്. ഇനി നമുക്ക് ബെർലിയം ക്ലോറൈഡിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ബെർലിയം ക്ലോറൈഡിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ബെർലിയം ക്ലോറൈഡിൻ്റെ പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇവൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, ബെർലിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ സോളിഡ് സ്റ്റേറ്റിലും അതേപോലെ തന്നെ ഗാഷ്യസ് സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലും അതേപോലെ തന്നെ അത് വേപ്പർ ഫേസിലും എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഡിഫറെൻറ്റ് ഫോമുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവന് ഒരു ചെയിൻ സ്ട്രക്ചർ ആയിരിക്കും, അതായത് ഒരു പോളിമറിക് ആയിട്ടുള്ള ഒരു ചെയിൻ സ്ട്രക്ചർ ആയിരിക്കും ബെർലിയം ക്ലോറൈഡിൻ്റെ വരുന്നത്. നോക്കൂ, ബെർലിയം ക്ലോറിൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഈ ബെർലിയത്തിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ക്ലോറിനിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, പിന്നെ അത് കൂടാതെ ക്ലോറിനകത്ത് ഒരു ഇലക്ട്രോണുകൾ ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലോറിൻ്റെ കയ്യിൽ 1 2 3 4 5 6 ഓക്കെ, അതായത് ടോട്ടൽ 6 ഇലക്ട്രോണുകൾ പ്രസൻ്റ് ആയിരിക്കും. അതായത് 3 ലോൺ പെയറുകൾ പ്രസൻ്റ് ആയിട്ടുണ്ട്. അതിലത്തെ ഒരു പെയർ ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബെർലിയുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയേക്കണേ.
ഈ ക്ലോറിൻ്റെ കയ്യിൽ ബാക്കി വരുന്ന ഒരു പെയർ ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ബെർലിയവുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെയാണ് ഓരോ ബോണ്ടുകളും വരുന്നത്. അപ്പോൾ ബെർലിയം ക്ലോറൈഡിൻ്റെ പ്രത്യേകത വേപ്പർ ഫേസിലായിരിക്കുന്ന സമയത്ത് ഇവൻ ക്ലോറോ ബ്രിഡ്ജ്ഡ് ഡൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ചെയിൻ സ്ട്രക്ചർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവൻ ഒരു വേപ്പർ ഫേസിലായിരിക്കുന്ന സമയത്ത് ബെർലിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് BeCl2 എന്ന് പറയുന്നത് അവൻ്റെ ഡൈമർ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡൈമർ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ വളരെ ഹൈ ടെമ്പറേച്ചറിൽ നോക്കുകയാണെങ്കിൽ, വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ റിയാക്ഷൻ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവൻ്റെ മോണോമറായിട്ട്, ലീനിയർ മോണോമറായിട്ട്, അതായത് ബെർലിയം ക്ലോറൈഡ് ആയിട്ട് തന്നെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നോക്കി വെക്കേണ്ടത് ഇത്രയാണ്. സാധാരണ വേപ്പർ ഫേസിലായിരിക്കുന്ന സമയത്ത് വേപ്പർ ഫേസിൽ അവർ ഫോം ചെയ്യുന്നത് ബെർലിയം ക്ലോറൈഡ് ഒരു ഡൈമർ ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഡിസോസിയേറ്റ് ഇൻ ടു ലീനിയർ മോണോമർ. ഓക്കെ, അതായത് ലീനിയർ മോണോമർ എന്ന് പറഞ്ഞാൽ ബെർലിയം ക്ലോറൈഡ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ, അതായത് ഏകദേശം 1200 കെൽവിൻ ടെമ്പറേച്ചറിൽ ബെർലിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് അവൻ്റെ ലീനിയർ മോണോമർ ഫോമിൽ, അതായത് ബെർലിയം ക്ലോറൈഡ് ഇറ്റ്സെൽഫ് BeCl2 ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബെർലിയം ക്ലോറൈഡിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. ബെർലിയം ക്ലോറൈഡിന് ചെയിൻ സ്ട്രക്ചർ ആയിരിക്കും സോളിഡ് സ്റ്റേറ്റിൽ, വേപ്പർ ഫേസിലായിരിക്കുന്ന സമയത്ത് ക്ലോറോ ബ്രിഡ്ജ്ഡ് ഡൈമർ ആയിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഹൈഡ്രേറ്റ് ഫോർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിഥിയം ക്ലോറൈഡ് ഹൈഡ്രേറ്റ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു, LiCl.H2O 2H2O എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവരും ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതൊരു എക്സാമ്പിളാണ് മെഗ്നീഷ്യം ക്ലോറൈഡ്, MgCl2.6H2O. അതേപോലെ തന്നെ കാൽഷ്യം ക്ലോറൈഡ് CaCl2.6H2O. ദെൻ സ്ട്രോൺഷ്യം ക്ലോറൈഡ് SrCl2.6H2O. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആൽക്കലി മെറ്റലിനേക്കാളും ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്ത ക്ലോറൈഡുകൾ, ആൽക്കലി മെറ്റൽ ക്ലോറൈഡുകളേക്കാൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ക്ലോറൈഡുകൾക്ക് മോർ ഹൈഡ്രേറ്റഡ് ആയിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇവിടെ കാൽഷ്യം ക്ലോറൈഡ് ആയിക്കോട്ടെ, സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ CaCl2.6H2O, SrCl2.6H2O ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളൊക്കെ ഫോം ചെയ്യും. ഇവരുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഈ എബിലിറ്റിനെ, ഈ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെലിക്വസൻസ്. ഡെലിക്വസൻസ് എന്നുള്ള പേരിലാണ് വിളിക്കുക. ഡെലിക്വസൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ഡെലിക്വസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്സോർബിങ് മോയിസ്ചർ. ഓക്കെ, മോയിസ്ചറിനെ എബ്സോർബ് ചെയ്യാനുള്ള ഒരു സബ്സ്റ്റാൻസിൻ്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെലിക്വസൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം മെഗ്നീഷ്യം ക്ലോറൈഡ് ഒരു ഡെലിക്വസൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റാൻസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസിലി എബ്സോർബ്സ് മോയിസ്ചർ ആൻഡ് ഫോംസ് ഹൈഡ്രേറ്റ്. ഓക്കെ, ഹൈഡ്രേഷൻ ഫോം ചെയ്യാനായിട്ട് ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് അവർ ഡെലിക്വസൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റാൻസുകളാണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലോജൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും രണ്ടിൻ്റെയും ഹാലോജനുമായിട്ടുള്ള റിയാക്ടിവിറ്റി എങ്ങനെയാണെന്ന് കണ്ടു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ആസിഡ്സ്. ഓക്കെ, ആസിഡ്സുമായിട്ട് എങ്ങനെയാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്? ഓക്കെ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ആസിഡ്സ്. അതിലിപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ആൽക്കലി മെറ്റൽസ് എങ്ങനെയാണ് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. സപ്പോസ് നിങ്ങൾ സോഡിയം എടുക്കാമെന്ന് വിചാരിക്കുക, 2Na + 2HCl ഗീവ്സ് 2NaCl + H2. അതായത് ആൽക്കലി മെറ്റൽസ് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ HCl ഗ്യാസ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തത്. ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം മാറ്റി ഏത് ആസിഡ്സ് വേണമെങ്കിലും എടുത്തോട്ടെ, റിയാക്ഷൻ ഇതേപോലെ തന്നെയാണ്. അടുത്തായിട്ട് നോക്കി, Na 2Na + H2SO4 സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് Na2SO4 സോഡിയം സൾഫേറ്റ് പ്ലസ് H2 എന്നായിരിക്കും റിയാക്ഷൻ വരുന്നത്. അവിടെയും ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കേസുകൾ നോക്കിയത് ആൽക്കലി മെറ്റൽസിൻ്റെ കേസിലാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കേസിൽ നോക്കിയാലും വേറെ വ്യത്യാസമൊന്നുമില്ല, ഇതേപോലെ തന്നെ റിയാക്ഷൻ വരിക. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അതായത് ഇപ്പോൾ നിങ്ങൾ മെഗ്നീഷ്യം എടുത്തു, മെഗ്നീഷ്യം HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു. Mg + 2HCl ഗീവ്സ് MgCl2 + H2. കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു സോൾട്ട് ഫോം ചെയ്തു, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്തു. ഇതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാമെന്ന് വിചാരിക്കുക, Mg + H2SO4 ഗീവ്സ് മെഗ്നീഷ്യം H2SO4-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ
അവിടെ ഫോം ചെയ്യുന്നത് MgSO4+H2. ഓക്കെ, MgSO4+H2. അപ്പോൾ അവിടെ സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഫോം ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സാധാരണ ഏത് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിലും ഓക്കെ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരു ഓർഗാനിക് ആസിഡ് എടുത്ത് നോക്കാം. ഓർഗാനിക് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും റിയാക്ഷനിൽ വ്യത്യാസമൊന്നുമില്ല. സപ്പോസ് നിങ്ങൾ എടുക്കുന്നത് CH3COOH, അതായത് അസറ്റിക് ആസിഡ്. ഓക്കെ, അസറ്റിക് ആസിഡുമായിട്ട് സോഡിയം റിയാക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. CH3COOH പ്ലസ് 2Na gives 2CH3COH plus 2Na gives 2CH3COONA plus H2 എന്നാണ് വരുന്നത്. ഓക്കെ, CH3COONA plus H2, അവിടെയും ഹൈഡ്രജൻ ഗ്യാസ് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഈ കോമ്പൗണ്ട് സോഡിയം അസറ്റേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ഏതൊരു മെറ്റൽസും ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനിറ്റ്ലി അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കേസിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് മെഗ്നീഷ്യം പോലെയുള്ള ആസിഡ്സ് മെറ്റൽസ് ഒക്കെ HNO3യുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ്. നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും അവിടെ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെഗ്നീഷ്യം HNO3യുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. Mg+HNO3 ഗീവ്സ്, രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് ഇവിടെ MgNO3 ട്വൈസ് എന്ന് ഫോം ചെയ്തു. ഓക്കെ, മെഗ്നീഷ്യം നൈട്രേറ്റ് ഫോം ചെയ്തു. പ്ലസ് ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഫോം ചെയ്യുന്ന ഹൈഡ്രജനെ HNO3യുടെ പ്രത്യേകത, HNO3 ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. HNO3 ഈസ് എ വെരി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഈ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള HNO3 ഹൈഡ്രജനെ ഓക്സിഡൈസ് ചെയ്ത് പതുക്കെ എന്താക്കി മാറ്റും? വാട്ടർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഒരു ചേഞ്ച് ഏതിൻ്റെ കേസിൽ വരുന്നുണ്ട്? HNO3യുടെ റിയാക്ഷൻസിൽ, അതായത് നൈട്രിക് ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കണ്ടീഷനുകളിലൊക്കെ തന്നെ ഈ ഒരു ചേഞ്ച് കാണാം. അതായത് ഹൈഡ്രജനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അത് പതുക്കെ എന്താക്കി മാറ്റും? വാട്ടർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അവൻ്റെ ഓക്സിഡൈസിങ് നേച്ചർ കാരണമാണ്. HNO3 ഈസ് എ വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ആ പോയിന്റ് കൊണ്ടാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ആസിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. എങ്ങനെയാണ് ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസിലത്തെ ഒരു പ്രോപ്പർട്ടിയാണ് റെഡ്യൂസിങ് നേച്ചർ. നമുക്കറിയാം ഈ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും എടുക്കുകയാണെങ്കിൽ അവർക്കൊരു റെഡ്യൂസിങ് നേച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ റെഡ്യൂസിങ് നേച്ചർ എങ്ങനെയാണ് വരുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും വാല്യൂസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോരുത്തരുടെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് മെഗ്നീഷ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് പറയാം സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓർ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് നമുക്കിവിടെ തന്നേക്കുകയാണ്. അപ്പോൾ അതിലത്തെ മെഗ്നീഷ്യത്തിൻ്റെ വാല്യൂ ആദ്യം തന്നേക്കണം. Mg2 ++2 ഇലക്ട്രോൺ ഗീവ്സ് Mg. ഓക്കെ, മെഗ്നീഷ്യത്തിൻ്റെ വാല്യൂ വരുന്നത് -2.36 ആണ്. ഓക്കെ, ദെൻ സോഡിയത്തിൻ്റെ Na++1 ഇലക്ട്രോൺ ഗീവ്സ് Na എന്ന് പറയുമ്പോൾ അവൻ്റെ വാല്യൂ വരുന്നത് -2.71 വോൾട്ട് ആണ്. ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വരുന്നത്. ദെൻ കാൽഷ്യത്തിൻ്റെ വാല്യൂ തന്നിരിക്കുന്നു 2.87, ദെൻ പൊട്ടാസ്യത്തിൻ്റെ 2.93, ദെൻ ലിഥിയത്തിൻ്റെ 3.05. ഓക്കെ, നമ്മളിതിലത്തെ എല്ലാം നമ്മൾ നോക്കുന്നില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് തൽക്കാലം നമ്മൾ ആൽക്കലി മെറ്റൽസ് മാത്രം കൺസിഡർ ചെയ്യുകയാണ്. ആൽക്കലി മെറ്റൽസ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ലിഥിയം, പൊട്ടാസ്യം, സോഡിയം ഈ മൂന്ന് ആൾക്കാരെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഈ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും റെഡ്യൂസിങ് നേച്ചർ എങ്ങനെയാണ് എന്നുള്ളതിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരണം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കൂ, ലിഥിയത്തിൻ്റെയാണ് ഏറ്റവും മോസ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ വരുന്നത്. റെഡ്യൂസിങ് നേച്ചർ നോക്കുമ്പോൾ മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ ആണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വരുന്നതെങ്കിൽ ഓക്കെ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ SEP ഓർ SRP വാല്യൂ വരുന്ന സമയത്ത് അത് വളരെ ലോവർ വാല്യൂ ആണെങ്കിൽ, അതായത് ലോവർ
മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മോസ്റ്റ് നെഗറ്റീവ് വാല്യൂസിൽ വെച്ചിട്ട് മോസ്റ്റ് നെഗറ്റീവ്. ഓക്കെ, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാല്യൂ വരുന്ന സമയത്ത് ഓക്കെ മോസ്റ്റ് നെഗറ്റീവ് ആവുന്നതിനനുസരിച്ച് E0ൻ്റെ വാല്യൂ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുതൽ നെഗറ്റീവ് ആവുന്നതിനനുസരിച്ച് അവരുടെ റെഡ്യൂസിങ് നേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് നേച്ചർ ഉള്ളത് ആർക്കായിരിക്കും? Li+ അയോണുകൾക്കായിരിക്കും. റെഡ്യൂസിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് നേച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവർ സ്വയം ഓക്സിഡൈസ് ചെയ്യുകയായിരിക്കും. റെഡ്യൂസിങ് നേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സ്വയം ഓക്സിഡൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണല്ലോ. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഈ ലിഥിയം പോലെയുള്ള എലമെൻറ്റുകളുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ മോസ്റ്റ് നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ അവർ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റുകളാണ്. സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അവർക്ക് വളരെ എളുപ്പത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും. അതായത് എളുപ്പത്തിൽ സ്വയം ഓക്സിഡൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് അതിൻ്റെ മീനിങ്. എളുപ്പത്തിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് നോക്കുക. ആൽക്കലി മെറ്റൽസ് ആർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്സ്, ലിഥിയം ബീയിങ് ദ മോസ്റ്റ് ആൻഡ് സോഡിയം ദ ലീസ്റ്റ് പവർഫുൾ. ആൽക്കലി മെറ്റൽസ് നോക്കുമ്പോൾ ലിഥിയം, പൊട്ടാസ്യം, സോഡിയം 3 കൊടുത്തിട്ടുണ്ട്. ഈ 3 വാല്യൂസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ കാണാം. ലിഥിയത്തിൻ്റെ വാല്യൂ ആണ് മോസ്റ്റ് നെഗറ്റീവ് വരുന്നത്. ഈ കൊടുത്തിരിക്കുന്ന 3 വാല്യൂസിൽ ലിഥിയം, പൊട്ടാസ്യം, സോഡിയം നോക്കുമ്പോൾ ലീസ്റ്റ് നെഗറ്റീവ് വാല്യൂ വരുന്നത് സോഡിയത്തിൻ്റെയാണ്. ആൽക്കലി മെറ്റൽസ് നോക്കുമ്പോൾ കേട്ടോ അതിൽ ലീസ്റ്റ് നെഗറ്റീവ് വരുന്നത് സോഡിയത്തിൻ്റെയാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ വാല്യൂ കുറവാണെന്ന് പറഞ്ഞാൽ അവൻ്റെ റെഡ്യൂസിങ് പവർ കുറവായിരിക്കും. ഇതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് റെഡ്യൂസിങ് പവർ ഇങ്ങനെ ഒരു ട്രെൻഡ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്തുകൊണ്ടായിരിക്കും റെഡ്യൂസിങ് പവർ ഇങ്ങനെ വരുന്നത്? അതാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന റെഡ്യൂസിങ് പവറിൻ്റെ ട്രെൻഡ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു. ഓക്കെ, നോക്കിക്കോളൂ. വാല്യൂ ഓഫ് റെഡ്യൂസിങ് പവറിൻ്റെ വാല്യൂസ് ഒന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് വന്നത് എന്നൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാൻ പോവുക. ഓക്കെ, ഈ കൺസെപ്റ്റ് ഒക്കെ ഇവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞു ലിഥിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിഥിയം സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അതായത് വളരെ എളുപ്പത്തിൽ ഇലക്ട്രോണുകളെ റിലീസ് ചെയ്യുന്ന ആളാണ്. വളരെ എളുപ്പത്തിൽ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ പോയിൻ്റ് ഒന്ന് അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ നിങ്ങളെ കൊണ്ട് വേറൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം അയോണൈസേഷൻ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് അനുസരിച്ച് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഓക്കെ, ഇതിൽ അയോണൈസേഷൻ എനർജി ഏറ്റവും കുറവ് വരുന്ന ആർക്കാ? അയണൈസേഷൻ എനർജി ഏറ്റവും കുറവ് വരുന്നത് സീഷ്യത്തിനാണ്. അയണൈസേഷൻ എനർജി ഏറ്റവും കുറവ് സീഷ്യത്തിനാണ്. അപ്പോൾ അയണൈസേഷൻ എനർജി ഏറ്റവും കുറവുള്ള സീഷ്യമല്ലേ എളുപ്പത്തിൽ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യണ്ടേ? അയോണൈസേഷൻ എനർജി കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഗ്യാഷ്യസ് ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന എനർജിയാണ് അയണൈസേഷൻ എനർജി. അപ്പോൾ ലിഥിയവും സീഷ്യവും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓക്കെ, അല്ലെങ്കിൽ ലിഥിയവും സോഡിയവും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലിഥിയത്തിൻ്റെ അയണൈസേഷൻ എനർജി കൂടുതലും സോഡിയത്തിൻ്റെ അല്ലെങ്കിൽ സീഷ്യത്തിൻ്റെ അയണൈസേഷൻ എനർജി കുറവുമായിരിക്കും. അതിൻ്റെ അർത്ഥം ലിഥിയം ഇലക്ട്രോണുകളെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവും സീഷ്യത്തിന് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാണ്. അയണൈസേഷൻ എനർജി കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് നോക്കുമ്പോൾ ലിഥിയത്തിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കുറവാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞ റെഡ്യൂസിങ് നേച്ചർ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി വെച്ച് നോക്കുമ്പോൾ ലിഥിയം ഈസ് ദ മോസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് നമുക്ക് പറയാം. ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജൻറ്റ് ലിഥിയമാണ്. അവൻ എളുപ്പത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ദർ ഈസ് എ കോൺട്രഡിക്ഷൻ. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അയോണൈസേഷൻ എനർജിയുടെ ഡെഫിനിഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയേണ്ടത് ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഗ്യാഷ്യസ് ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജിയാണ് അയണൈസേഷൻ എനർജി. എന്നാൽ ഒരു റെഡ്യൂസിങ് നേച്ചർ നോക്കുമ്പോൾ, ഒരു എലമെൻറ്റിൻ്റെ റെഡ്യൂസിങ് നേച്ചർ നോക്കുന്ന സമയത്ത് അവിടെ എക്വസ് സൊല്യൂഷനിലായിരിക്കുന്ന സമയത്തെ നമുക്ക് പറയാനായിട്ട് സാധിക്കും.
ഒരു സൊല്യൂഷൻ എക്വസ് നേച്ചറിൽ വെച്ചുകൊണ്ടാണ് അവൻ്റെ റെഡ്യൂസിങ് നേച്ചർ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യേണ്ടി വരും? ഇവിടെ 3 ടേമുകൾ കൺസിഡർ ചെയ്തുകൊണ്ടേ ഒരാളുടെ SCP വാല്യൂ നമുക്ക് പറയാനായിട്ട് പറ്റൂ. അതായത് ഒരു എലമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു. ലിഥിയത്തിൻ്റെ 3.05ഉം സോഡിയത്തിൻ്റെ 2.71ഉം കണ്ടു. ആ വാല്യൂ നമുക്ക് കിട്ടുന്നത് 3 ഫാക്ടറുകൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഏതൊക്കെ 3 ഫാക്ടറുകൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ്? 1 സബ്ലിമേഷൻ എൻതാൽപ്പി, 2 അയോണൈസേഷൻ എൻതാൽപ്പി, 3 ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഈ 3 ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആദ്യം സബ്ലിമേഷൻ നടന്നു. ഓക്കെ, സബ്ലിമേഷൻ നടക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ സബ്ലിമേഷൻ നടന്നു. ലിഥിയത്തിന് സബ്ലിമേഷൻ നടക്കാൻ വേണ്ടി വരുന്നത് 122 കിലോ ജൂളാണ് വരുന്നത്. ലിഥിയത്തിന് സബ്ലിമേഷൻ നടക്കാൻ വേണ്ടി വരുന്നത് 122 കിലോ ജൂളാണ്. ഓക്കെ, സോഡിയത്തിൻ്റെ സബ്ലിമേഷന് വേണ്ടി വരുന്നത് +78. ഓക്കെ, 78 കിലോ ജൂളാണ്. പൊട്ടാസ്യത്തിന് വരുന്നത് 61 കിലോ ജൂളാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 കൊടുത്തിരിക്കുന്നത് മുഴുവൻ സബ്ലിമേഷൻ എൻതാൽപ്പി വാല്യൂസ് ഓഫ് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. ദെൻ സ്റ്റെപ്പ് 2 നോക്കുന്ന സമയത്ത് അവിടെ വരുന്ന വാല്യൂസ് 520 കിലോ ജൂൾ, 496 കിലോ ജൂൾ ആൻഡ് 419 കിലോ ജൂൾ. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അയോണൈസേഷൻ എൻതാൽപ്പി. നിങ്ങൾ നോക്കി നോക്കിയാൽ അയോണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ആർക്കാണ് വരുന്നത്? ലിഥിയത്തിനല്ലേ. ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി ലിഥിയത്തിനാണ്. ദെൻ സോഡിയത്തിലേക്ക് അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു, പൊട്ടാസ്യത്തിലേക്ക് വീണ്ടും അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു, റുബീഡിയത്തിലേക്ക് വീണ്ടും കുറയും, സീഷ്യത്തിലേക്ക് വീണ്ടും കുറയും. സോ ഈ കൺസെപ്റ്റ് അനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ലിഥിയത്തിനാണ് എന്ന് പറയുമ്പോൾ ലിഥിയത്തിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കുറവാണ്. പക്ഷേ അത് ഏത് സ്റ്റേറ്റിലാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് അയോണൈസേഷൻ നടക്കുന്നത്. അപ്പോൾ M ഗ്യാഷ്യസ് ഗീവ്സ് M പ്ലസ് ഗ്യാസ് പ്ലസ് 1 ഇലക്ട്രോൺ. അതായത് M ഗ്യാസ് എന്ന് പറയുന്നത് M പ്ലസ് ഗ്യാസ്, അതായത് മെറ്റൽ അയോണായി മാറി, ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തു, അയോണൈസേഷൻ നടന്നു. അയോണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്യാഷ്യസ് ആയിട്ടുള്ള മെറ്റൽ അയോൺ പിന്നീട് എന്ത് സംഭവിക്കണം? വാട്ടർ ചേർന്ന് അത് ഹൈഡ്രേറ്റഡ് ആയിട്ട് എക്വസ് ആയിട്ടുള്ള മെറ്റൽ അയോൺ ആയിട്ട് മാറും. M പ്ലസ് ഗ്യാസ് പ്ലസ് H2O ഗീവ്സ് M പ്ലസ് എക്വസ് എന്ന് വേണം വരാനായിട്ട്. ഓക്കെ, M പ്ലസ് ഗ്യാസ് പ്ലസ് H2O ഗീവ്സ് M പ്ലസ് എക്വസ്. അതായത് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂസ് നോക്ക്. ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ 1 mole ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഗെറ്റ് ഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഓക്കെ, ഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്തായാലും അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലിഥിയത്തിൻ്റെ വാല്യൂ വരുന്നത് -480 കിലോ ജൂൾ. ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി വാല്യൂ വരുന്നത് ആർക്കായിരിക്കും? ലിഥിയത്തിനായിരിക്കും. അതായത് ലിഥിയമാണ് ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് റിലീസ് ചെയ്യാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത് ആരാ? ലിഥിയമാണ്. 480 കിലോ ജൂൾ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ സോഡിയം, പൊട്ടാസ്യം. ഓക്കെ, അപ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി പൊട്ടാസ്യത്തിൻ്റെ കേസിൽ കുറവായിരിക്കും. ഓക്കെ, ഇനി ഈ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 അതായത് സബ്ലിമേഷൻ്റെയും അയോണൈസേഷൻ്റെയും ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെയും നിങ്ങൾ ഓവറോൾ വാല്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന വാല്യൂ 162 കിലോ ജൂൾ, ഇവിടെ 203 കിലോ ജൂൾ, ദെൻ ഇവിടെ 181 കിലോ ജൂൾ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 162 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലിഥിയം എക്വസ് സൊല്യൂഷനിലുള്ള ലിഥിയത്തിലെ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 162 കിലോ ജൂൾ എനർജിയെ വേണ്ടോ എന്നാണ് അർത്ഥം. ഓക്കെ, 162 കിലോ ജൂൾ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്വസ് ആയിട്ടുള്ള ലിഥിയം അയോൺ ഫോം ചെയ്യും. ഓക്കെ, അതായത് Li പ്ലസ് എക്വസ് ഫോം ചെയ്യാൻ വേണ്ടി 162 കിലോ ജൂൾ എനർജിയെ നമുക്ക് ആവശ്യമുള്ളൂ. എന്നാൽ Na പ്ലസ് എക്വസ് ഫോം ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 203 കിലോ ജൂൾ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടൂ? SCPയുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടൂ. ഈ 3 വാല്യൂസിൻ്റെ ഓവറോൾ നോക്കുമ്പോൾ ലിഥിയത്തിനാണ് ഏറ്റവും ലോവർ വാല്യൂ വരുന്നത്. സോ
അതായത് അതിൻ്റെ അർത്ഥം ലിഥിയത്തിൻ്റെ എക്വസ് സൊല്യൂഷൻ ഫോം ചെയ്യാൻ വളരെ കുറച്ച് എനർജി മതി. അതായത് അതിൻ്റെ അർത്ഥം അത് വളരെ എളുപ്പത്തിൽ ഫോം ചെയ്യും എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 3 വാല്യൂസ് നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഡ്യൂസിങ് പവർ പറയുന്നത്. ഓക്കെ, അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഈ വാല്യൂസിൽ ചെറിയ വാല്യൂ ലിഥിയത്തിൻ്റെ ആയതുകൊണ്ടാണ് ലിഥിയം എളുപ്പത്തിൽ എക്വസ് സൊല്യൂഷനിലേക്ക് അയോണിനെ റിലീസ് ചെയ്യാനായിട്ട് സാധിച്ചത്. എക്വസ് സൊല്യൂഷനിൽ അയോൺ റിലീസ് ചെയ്ത് Li+ എക്വസ് എന്ന് ഫോം ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വാല്യൂ ഓഫ് റെഡ്യൂസിങ് പവർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് വരുന്നതെന്ന്. ഓക്കെ, നമുക്ക് അവസാനം ഫൈനലായിട്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. സ്മോളർ ദി സൈസ് ഓഫ് അയോൺ. ഓക്കെ, അയോണിൻ്റെ സൈസ് വളരെ സ്മോളർ ആണെന്ന് വിചാരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ Li+, ലിഥിയം അയോൺ. ലിഥിയം അയോൺ ആണ് കൂട്ടത്തിലെ ഏറ്റവും ചെറുത്. ഓക്കെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന അയോണുകൾ. ഈ അയോണുകളിൽ വെച്ചിട്ട് ഏറ്റവും സ്മോളർ ആയിട്ടുള്ളത് ആരാണ്? Li+ അയോൺ ആണ്. സോ സ്മോളർ ദ സൈസ് ഓഫ് ദ അയോൺ, ഹയർ ദി ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ Li+ അയോണുകളുടെ ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ കൂടുതലാണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹൈ നെഗറ്റീവ് E0 വാല്യൂ. E0 വാല്യൂ അതായത് SEP, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ, അതാണ് ഹൈ നെഗറ്റീവ് E0 വാല്യൂ. E0 വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ. ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ലിഥിയത്തിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവും കൂടുതലായിരിക്കും. ഹൈ നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. കൂടുതലായിരിക്കും മീൻസ് നെഗറ്റീവ് വാല്യൂവിൽ വെച്ച് ഹൈ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസിങ് പവറും കൂടുതലായിരിക്കും. റെഡ്യൂസിങ് പവറും കൂടുതലായിരിക്കും. ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് എത്തിച്ചേരാവുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സ്മോളർ ദി സൈസ് ഓഫ് ദി അയോൺ, ഹയർ ദി ഹൈഡ്രേഷൻ എൻതാൽപ്പി, ഹൈ നെഗറ്റീവ് E0 വാല്യൂ, ദെൻ ഹൈ റെഡ്യൂസിങ് പവർ. ഓക്കെ, ഇതാണ് നമ്മൾ ഇത്ര നേരെ പറഞ്ഞ റെഡ്യൂസിങ് പവറിൻ്റെ ഒരു കൺക്ലൂഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ റെഡ്യൂസിങ് പ്രോപ്പർട്ടീനെ കുറിച്ച് 1-2 പോയിന്റുകൾ കൂടി മെൻഷൻ ചെയ്യാണ്. റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കുമ്പോഴും ഓർ മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കുമ്പോഴും. ഓക്കെ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലുമുള്ള ഇവൻ്റെ ഓർഡർ ആയിരിക്കില്ല എക്വസ് സൊല്യൂഷനിൽ. ഓക്കെ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലും മോൾട്ടൺ സൊല്യൂഷനിലുള്ള ഇവൻ്റെ ഓർഡർ ആയിരിക്കില്ല ഏതിൽ വരുന്നത്? എക്വസ് സൊല്യൂഷനിൽ വരുന്നത്. നോക്കൂ, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഇവൻ്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി വരുന്നത് എങ്ങനെയായിരിക്കും? Li+, Na+, K+, Rb+, Cs+. അതായത് ലിഥിയം അയോണുകൾക്കായിരിക്കും റെഡ്യൂസിങ് പ്രോപ്പർട്ടി കുറവ് വരുന്നത് എക്വസ് സ്റ്റേറ്റിൽ, ഗ്യാഷ്യസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റ്. ഗ്യാഷ്യസ് സ്റ്റേറ്റിലോ മോൾട്ടൺ സ്റ്റേറ്റിലോ ആയിരിക്കുന്ന സമയത്ത് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഏറ്റവും കുറവ് ആർക്കായിരിക്കും? Li+നായിരിക്കും. ഞാൻ തൊട്ട് മുമ്പ് കാരണം പറഞ്ഞു, അയോണൈസേഷൻ എന്ന് പറയുന്ന ഫാക്ടർ മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ മോൾട്ടൺ സൊല്യൂഷനിലായിരിക്കുന്ന സമയത്ത് അവിടെ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല. അത് അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്ത് പോയി, കാരണം എക്വസ് സൊല്യൂഷൻ അല്ല. സോ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന ഫാക്ടറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നില്ല. നമുക്ക് എന്തിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ടി വരുന്നുള്ളൂ ഈ സാഹചര്യത്തിൽ? അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, അയോണൈസേഷൻ എൻതാൽപ്പി നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ 1 ഇലക്ട്രോൺ, ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു remove an electron from the outermost shell of an isolated gaseous atom. ഐസൊലേറ്റഡ് ഗ്യാഷ്യസ്. ഓക്കെ, ഗ്യാഷ്യസ് ആയിട്ടുള്ളതിൽ അപ്പോൾ ഇലക്ട്രോണിനെ ഏറ്റവും എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നത് സീഷ്യത്തിൽ നിന്നായിരിക്കും. സോ സീഷ്യത്തിൻ്റെ അയണൈസേഷൻ എനർജി വാല്യൂ നോക്കുന്ന സമയത്ത് അവൻ്റെ അയണൈസേഷൻ എനർജി വാല്യൂ കുറവായിരിക്കും. സോ ഏറ്റവും എളുപ്പത്തിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആർക്കായിരിക്കും? സീഷ്യത്തിനായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ് എക്വസ് സൊല്യൂഷൻ. ഓക്കെ, എക്വസ് സൊല്യൂഷനിലായിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? എക്വസ് സൊല്യൂഷനിലായിരിക്കുമ്പോൾ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം Li+, ഓക്കെ, ലിഥിയം, ദെൻ അത് കഴിഞ്ഞാൽ പൊട്ടാസ്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ നേച്ചർ ഉള്ളത് ആർക്കായിരിക്കും? Li+നായിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ നേച്ചർ വരുന്നത് ആർക്കായിരിക്കും? Li+ അയോണുകൾക്കായിരിക്കും. ദെൻ അത് കഴിഞ്ഞാൽ K+, ദെൻ K+ ഓൾമോസ്റ്റ് സിമിലർ ടു Rb+, റുബീഡിയം. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെയും റുബീഡിയത്തിൻ്റെയും ഏകദേശം റെഡ്യൂസിങ് നേച്ചർ ഒരേപോലെയാണ് വരുന്നത്. ദെൻ അടുത്തതായിട്ട് വരുന്നത് സീഷ്യം,
അവസാനമായിരിക്കും ആര് വരിക? സോഡിയം വരുന്നത്. എങ്ങനെയാണ് ഈ വാല്യൂ കിട്ടുന്നത്? നമ്മൾ ഏതൊക്കെ നോക്കിയിട്ടാ? സബ്ലിമേഷൻ എൻതാൽപ്പി, ഹൈഡ്രേഷൻ എൻതാൽപ്പി ആൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി. ഈ 3 ഫാക്ടേഴ്സ് നോക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഈ 3 ഫാക്ടർ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് ആർക്കായിരിക്കും? Na+നായിരിക്കും ഹയർ ആയിട്ടുള്ള വാല്യൂ വരുന്നത്. സോ അതിൽ നിന്ന് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും ലെസ് വാല്യൂ വരുന്നത് ലിഥിയത്തിനായിരിക്കും, Li+ അയോണുകൾക്കാണ്. അതായത് അതിൻ്റെ അർത്ഥം Li+ അയോണുകളുടെ ലെസ് വാല്യൂ ആണെന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവനെ റെഡ്യൂസിങ് നേച്ചർ കൂടുതലാണ് എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആൽക്കലി മെറ്റൽസിൻ്റെ കേസ് കഴിഞ്ഞു. അടുത്ത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് നോക്കാമെന്ന് വിചാരിക്കുക. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് നോക്കുന്ന സമയത്ത് ഇവർ ലെസ് റെഡ്യൂസിങ് ഏജൻറ്റ് ദാൻ ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ആൽക്കലി മെറ്റൽസിൻ്റെ അത്രയ്ക്കും ഇവർക്കൊരു റെഡ്യൂസിങ് നേച്ചർ ഇല്ല. ഓക്കെ, ആൽക്കലി മെറ്റൽസിനേക്കാൾ കുറവാണ് ഇവരുടെ റെഡ്യൂസിങ് നേച്ചർ വരുന്നത്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആർ ലെസ് റിഡക്റ്റൻറ്റ് ദാൻ ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസിനേക്കാളും ലെസ് റെഡ്യൂസിങ് നേച്ചറുള്ള ആളുകളായിരിക്കും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, ദെൻ അവരുടെ ഒരു റെഡ്യൂസിങ് നേച്ചറിൻ്റെ ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്വസ് മീഡിയത്തിലാണെങ്കിലും ഗാഷ്യസ് മീഡിയത്തിലാണെങ്കിലും ഒരേ ഓർഡർ തന്നെയാണ് വരുന്നത്. ബെർലിയം Be2+, ദെൻ Mg2+, Ca2+, സ്ട്രോൺഷ്യം Sr2+ ആൻഡ് Ba2+. ഇതായിരിക്കും ഇതിൻ്റെ ഓർഡർ വരുന്നത്, റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ കണ്ടത് റെഡ്യൂസിങ് നേച്ചറായിരുന്നു ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും റെഡ്യൂസിങ് നേച്ചറായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. കെമിക്കൽ പ്രോപ്പർട്ടീസിലത്തെ അടുത്ത പോയിന്റ്, സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. ഇവരെങ്ങനെയാണ് ലിക്വിഡ് അമോണിയയിൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്? ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് ഞാൻ ആദ്യം എടുക്കുന്ന എലമെൻറ്റ് സോഡിയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൽക്കലി മെറ്റൽ എടുത്തിരിക്കുകയാണ്. ആ ആൽക്കലി മെറ്റൽ അമോണിയയിൽ ഡിസോൾവ് ചെയ്യാണ്. ഓക്കെ, ആൽക്കലി മെറ്റലിനെ M എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, X+Y NH3. X+Y എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോഷ്യോമെട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. X+Y എന്ന് പറഞ്ഞാൽ 2, 4, 3 അങ്ങനെ എത്ര വേണമെങ്കിലും ആവാം, സ്റ്റോഷ്യോമെട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്നത് MnH3X. ഓക്കെ, എത്ര എക്സ് മോളിക്കൂൾ ഉണ്ടെന്ന് നമുക്കറിയില്ല. MnH3X പ്ലസ് EnH3Y-. ഇത് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന് നമുക്ക് ഈ ഫിഗറിലേക്ക് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നോക്കുക, സോഡിയം അമോണിയയുമായിട്ട് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സോഡിയം 1, 2, 3, 4, 5, 6. ഓക്കെ, 6 അമോണിയ മോളിക്കൂളുമായിട്ട് ഇവിടെ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 6 അമോണിയ മോളിക്കൂളുമായിട്ട് സോഡിയം ഇവിടെ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് NaNH3 6 times പ്ലസ് എന്ന് വരും. NaNH3 6 times പ്ലസ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ സോഡിയം അമോണിയയുമായിട്ട് 6 അമോണിയ മോളിക്കൂളുമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവന് പ്ലസ് ചാർജ് വന്നിട്ടുണ്ട്. ഇവിടെ സോഡിയം എന്ന് പറയുന്നത് എന്ത് അയോണായി മാറിയിട്ടുണ്ടാവും? Na+ അയോണായി മാറിയിട്ടുണ്ടാവും. അവിടെ ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ടുണ്ടാവും. സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ടുണ്ടാവും. ആ റിലീസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് അമോണിയയുമായിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്ന പോലെ തന്നെ നിൽക്കും. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സോൾവേറ്റഡ് ഇലക്ട്രോൺ എന്നാണ് വിളിക്കുക. സോൾവേറ്റഡ് ഇലക്ട്രോൺ. സോൾവേറ്റഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ അമോണിയയിൽ ഡിസോൾവ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അമോണിയയുമായിട്ട് ഒരു ഇത് ഫോം ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ, ഒരു ബോണ്ട് ഫോം ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ അമോണിയയിൽ ഈ ഇലക്ട്രോൺസ് സോലുബിളായി നിൽക്കുകയായിരിക്കും. ഓക്കെ, ഈ ഇലക്ട്രോണുകളെ നമുക്ക് എന്ത് വിളിക്കാം? സോൾവേറ്റഡ് ഇലക്ട്രോണുകൾ എന്ന് വിളിക്കാം. സോൾവേറ്റഡ് ഇലക്ട്രോണുകൾ. ഓക്കെ, ഈ സോൾവേറ്റഡ് ഇലക്ട്രോണുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കളർ ഇമ്പാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിസിബിൾ റീജിയണിലാണ്. ഓക്കെ, വിസിബിൾ റീജിയണിൽ വെച്ച് വിസിബിൾ റീജിയണിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് കളർ ഇമ്പാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഡീപ്പ് ബ്ലൂ കളർ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ലിക്വിഡ് അമോണിയ സൊല്യൂഷനിൽ ആൽക്കലി മെറ്റൽസ് കളർ ഫോം ചെയ്യുന്നത്, ഡീപ്പ് ബ്ലൂ കളർ ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന അമോണിയയിൽ സോലുബിളായി നിൽക്കുന്ന അമോണിയേറ്റഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ സോൾവേറ്റഡ് ഇലക്ട്രോൺ, അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഓർ സോൾവേറ്റഡ് ഇലക്ട്രോൺ. ആ സോൾവേറ്റഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് ഇവിടെ ഡീപ്പ് ബ്ലൂ കളർ ഫോം ചെയ്യാൻ കഴിയും. ബിക്കോസ് അവരുടെ എനർജി എന്ന് പറയുന്നത് വിസിബിൾ റീജിയണിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അവർ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പോയിന്റ് ഒന്ന് മനസ്സിലോർത്ത് വയ്ക്കുക. ഓക്കെ, ദെൻ
അടുത്ത് നോക്കുക, ഈ ബ്ലൂ കളർ എന്തുകൊണ്ടാണ് ഫോം ചെയ്യുന്നത്? അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ സോൾവേറ്റഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട്. ഇനി ഈ സൊല്യൂഷന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പാരാമാഗ്നറ്റിക് ആയിരിക്കും. കാരണം ഒരു ഇലക്ട്രോൺ ഒറ്റയ്ക്ക് നിൽക്കല്ലേ, ഇലക്ട്രോൺ ഒറ്റയ്ക്ക് അൺപെയ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്ത് നേച്ചർ ഉണ്ടായിരിക്കും? പാരാമാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവും. സോ ഈ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും? പാരാമാഗ്നറ്റിക് നേച്ചർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നോക്കുക, ഇവിടെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്തേക്കുന്ന കാണാം എം പ്ലസ് എം എ എം. എ എം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അമോണിയേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഈ സൊല്യൂഷനെയാണ് നമ്മൾ ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. MnH3X പ്ലസ് ആണ് എം പ്ലസ് എ എം എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എ എം മീൻസ് അമോണിയേറ്റഡ്. AQ എന്ന് പറയുമ്പോൾ എക്വസ് എന്ന് പറയില്ല, അതേപോലെ എ എം എന്ന് പറഞ്ഞാൽ അമോണിയേറ്റഡ്. അമോണിയയിൽ ഡിസോൾവ് ചെയ്ത് നിൽക്കുന്ന മെറ്റൽ അയോൺ ആയതുകൊണ്ടാണ് എം പ്ലസ് എ എം എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഇലക്ട്രോൺ ഇൻ NH3. NH3യിൽ സോലുബിൾ ആയി നിൽക്കുന്ന സോൾവേറ്റഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഈ എം പ്ലസുമായിട്ട് ചേരുന്നു. അങ്ങനെ ചേരുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്നത് MnH2 പ്ലസ് ഹാഫ് H2. ഇപ്പം ഇത് നിങ്ങൾ സോഡിയത്തിൻ്റെ കേസിൽ റിയാക്ഷൻ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. സോഡിയത്തിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ വരും? Na പ്ലസ് AM. ഓക്കെ, അമോണിയേറ്റഡ് സോഡിയം പ്ലസ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ NH3യിൽ സോലുബിളായി നിൽക്കുകയാണ് NH3. ഓക്കെ, ഗീവ്സ് ഇവിടെ ഫോം ചെയ്യുന്നത് NaNH2. ഓക്കെ, NaNH2 പ്ലസ് ഹാഫ് H2. NaNH2 പ്ലസ് ഹാഫ് H2. NaNH2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഡമൈഡ് എന്നാണ് വിളിക്കുക. NaNH2നെ വിളിക്കുന്ന പേര് സോഡമൈഡ്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്നത് അമൈഡുകളാണ്. ഓക്കെ, സോഡിയം ആണെങ്കിൽ സോഡമൈഡ്, സോഡിയത്തിൻ്റെ കോമ്പൗണ്ട് ഫോം ചെയ്തു, അമൈഡ് ഫോം ചെയ്തു. ഇതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന മറ്റുള്ള ആൽക്കലി മെറ്റൽസ് ആയിട്ടുള്ള മറ്റുള്ള ആൽക്കലി മെറ്റൽസിൻ്റെ, ലിഥിയത്തിൻ്റെ, സോഡിയത്തിൻ്റെ, പൊട്ടാസ്യത്തിൻ്റെ, റുബീഡിയത്തിൻ്റെ ഒക്കെ അമൈഡുകളായിരിക്കും NH2, NaNH2, RbNH2, അതേപോലെ തന്നെ KNH2 എന്ന് പറഞ്ഞിട്ടുള്ള അമൈഡുകളായിരിക്കും ഫോം ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിരിക്കുന്നത് സോഡമൈഡിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡീപ്പ് ബ്ലൂ കളർ കാണിക്കുന്നത് എന്നുള്ള പോയിന്റ് ഓർമ്മയിലുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഡീപ്പ് ബ്ലൂ കളർ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ്? അവിടെ ഫോം ചെയ്യുന്ന അമോണിയേറ്റഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ സോൾവേറ്റഡ് ഇലക്ട്രോൺ വിസിബിൾ റീജിയണിൽ എനർജി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവർക്ക് എന്ത് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കളർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് ഒന്ന് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിയതൊക്കെ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ്. ഇതിലത്തെ ആൽക്കലി മെറ്റൽസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, വാട്ട് ആർ ദി യൂസസ് ഓഫ് ആൽക്കലി മെറ്റൽസ്? ഓക്കെ, ആൽക്കലി മെറ്റൽസിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഓക്കെ, ആൽക്കലി മെറ്റൽസ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അലോയ്സ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള അലോയ്കളുണ്ട്. ആ അലോയ്കൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആൽക്കലി മെറ്റൽസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ലിഥിയം. ലിഥിയം ലെഡുമായിട്ട് ചേർന്നുണ്ടാവുന്ന അലോയിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മെറ്റൽ. ലിഥിയം ലെഡുമായി ചേർന്നുണ്ടാകുന്ന അലോയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റ് മെറ്റൽ. വൈറ്റ് മെറ്റൽ സാധാരണ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്? ബെയറിംഗ് ഫോർ മോട്ടോർ എഞ്ചിൻ. മോട്ടോർ എഞ്ചിനുകളിലൊക്കെ ബെയറിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? ഈ വൈറ്റ് മെറ്റലാണ്. ദെൻ അതേപോലെ തന്നെ ലിഥിയം അലുമിനിയവുമായി ചേർന്നുണ്ടാകുന്ന ഒരു അലോയാണ് ലിഥിയം അലുമിനിയം അലോയ്. ഈ ലിഥിയം അലുമിനിയം അലോയ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എയർക്രാഫ്റ്റ് പാർട്സ് ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എയർക്രാഫ്റ്റ് പാർട്സ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തത് ലിഥിയം മെഗ്നീഷ്യവുമായി ചേർന്ന് LiMg ആർമർ പ്ലേറ്റ്സ്. ദെൻ ലിഥിയത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു യൂസ് പറയാണ്, അത് അലോയ് ഫോർമേഷൻ അല്ല പറഞ്ഞിരിക്കുന്നത്. ലിഥിയത്തിൻ്റെ ഒരു യൂസ് പറയാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ. ഓക്കെ, സെല്ലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലിഥിയം ഉപയോഗിക്കാറുണ്ട്. ലിഥിയം സെല്ലുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലിഥിയം സെല്ലുകളിൽ ഉപയോഗിച്ചിരിക്കുന്നു ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ദെൻ സോഡിയം. ഓക്കെ, സോഡിയം ലെഡുമായിട്ട് ഫോം ചെയ്യുന്നത് NaPb. ഓക്കെ, സോഡിയം ലെഡുമായിട്ട് ചേർന്നിട്ടുള്ളത് നമ്മൾ എന്തിനാ ഉപയോഗിക്കാന്ന് വെച്ചാൽ PbEt4 അല്ലെങ്കിൽ PbMe4. എന്താ ഈ PbEt4 എന്ന് പറഞ്ഞാൽ? ET എന്ന് പറഞ്ഞാൽ ഈത്തൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഈത്തൈൽ ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. PbEt എന്ന് പറഞ്ഞാൽ ഈത്തൈൽ ഗ്രൂപ്പ് C2H5, ദെൻ C2H5, C2H5, C2H5. ഓക്കെ, ഇതാണ് ടെട്രാ ഈത്തൈൽ ലെഡ്. അതേപോലെ PbMe4 എന്ന് പറയുകയാണെങ്കിൽ അത് ടെട്രാ മീത്തൈൽ ലെഡ്. അതായത് ലെഡ് Me മീത്തൈൽ ഗ്രൂപ്പ്. ഓക്കെ, മീത്തൈൽ ഗ്രൂപ്പ് Me എന്ന് എഴുതുമ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ CH4 എന്ന് എഴുതാം. ഓക്കെ, CH4
CH4, okay, sorry, CH3, methyl group CH3, sorry, CH3, 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 okay, methyl ഗ്രൂപ്പുകൾ ലെഡിനോട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മീത്തൈൽ ഗ്രൂപ്പുകൾ. അപ്പോൾ ME എന്ന് പറയുമ്പോൾ മീത്തൈൽ ഗ്രൂപ്പുകൾ ലെഡിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്യാണ്? ടെട്രാ മീത്തൈൽ ലെഡ് ഫോം ചെയ്യാണ്. ടെട്രാ മീത്തൈൽ ലെഡ്. ഓക്കെ, ടെട്രാ മീത്തൈൽ ലെഡ്. ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട പോയിന്റ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി. സോഡിയം ലെഡ് അലോയ് നമ്മൾ ഉപയോഗിക്കുന്നത് PbEt4ഉം PbMe4 ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആസ് ആൻ ആൻറ്റി നോക്ക് അഡിറ്റീവ്. വാട്ട് ഈസ് മീൻ ബൈ ആൻറ്റി നോക്ക് അഡിറ്റീവ്? ആൻറ്റി നോക്ക് അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന പെട്രോൾ ഉണ്ടല്ലോ, ആ പെട്രോളിലത്തെ ലെഡിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. ലെഡ് കണ്ടന്റ്, ഓക്കെ, PB ലെഡിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അങ്ങനെ പെട്രോളിൽ ലെഡിൻ്റെ കണ്ടന്റ് കൂടുതലായ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പെട്രോൾ ചേംബറിൽ സൈഡിൽ മുഴുവൻ ഇങ്ങനെ വന്നിട്ട് ലെഡ് ഇങ്ങനെ സൈഡിൽ വന്ന് ഇടിക്കാൻ തുടങ്ങും. ആ ലെഡ് സൈഡിൽ ഇടിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് നോക്കിംഗ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് നോക്കിംഗ്. അങ്ങനെ നോക്കിംഗ് സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻജിൻ്റെ പ്രവർത്തനം, അതായത് നമ്മുടെ വെഹിക്കിൾസിൻ്റെ എൻജിൻ്റെ പ്രവർത്തനം സ്ലോ ആവാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിനൊരു കേടായി തീരും. അപ്പോൾ ഈ പറയുന്ന പെട്രോളിൽ ലെഡ് പ്രസൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആൻറ്റി നോക്കിംഗ് സംഭവിക്കണം. അതായത് ഇവർ തമ്മിൽ ഇടിക്കാൻ പാടില്ല, ഈ ചേംബറിൻ്റെ സൈഡിൽ ഇത് വന്ന് ഇടിക്കാൻ പാടില്ല, ലെഡ് ഇടിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റി നോക്ക് അഡിറ്റീവ്സ് ആയിട്ട് ആഡ് ചെയ്യണതാണ് PbEt4ഉം PbMe4ഉം. ഇത് ഇടിക്കാതിരിക്കാൻ, സൈഡിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഈ സബ്സ്റ്റാൻസുകൾ ആഡ് ചെയ്യും. PbEt4ഉം PbMe4ഉം ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആൻറ്റി നോക്ക് അഡിറ്റീവായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലുള്ള കൊളീഷൻസ് അവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കൊളീഷൻസ് ഒഴിവാക്കുന്നത് വഴി എൻജിൻ്റെ പ്രവർത്തനം നമുക്ക് അതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇന്ന് കാലത്തൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടുന്ന പെട്രോളൊക്കെ തന്നെ ലെഡ് ഫ്രീ ആയിട്ടുള്ള പെട്രോളാണ്. ഓക്കെ, പെട്രോളിൽ ലെഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ് ഈ PbEt4ഉം PbMe4ഉം. ദെൻ അടുത്തത് ലിക്വിഡ് സോഡിയം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കൂളൻ്റ് ഇൻ ഫാസ്റ്റ് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, ഫാസ്റ്റ് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിലത്തെ ഒരു കൂളൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. കൂളൻ്റ് ഇൻ ഫാസ്റ്റ് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടർ. ദെൻ പൊട്ടാസ്യം. ഓക്കെ, പൊട്ടാസ്യത്തിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് KCl, പൊട്ടാസ്യം ക്ലോറൈഡ്. KCLനെ വിളിക്കുന്ന പേര് നമ്മൾ പറഞ്ഞിരുന്നു, സിൽവൈൻ എന്നാണ് വിളിക്കുക. KCl ഈസ് കോൾഡ് സിൽവൈൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക KCl. പൊട്ടാസ്യം ക്ലോറൈഡ് സാധാരണ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫെർട്ടിലൈസർ ആയിട്ടാണ്. ദെൻ അതേപോലെ തന്നെ KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോഫ്റ്റ് സോപ്പ്. ഓക്കെ, സോഫ്റ്റ് സോപ്പുകൾ നിർമ്മിക്കാൻ. ദെൻ KOH ഈസ് ആൻ അബ്സോർബൻറ്റ് ഓഫ് CO2. കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നു KOH. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക: KOH പ്ലസ് CO2 ഗീവ്സ് KHCO3 എന്നായിട്ട് മാറും. KHCO3 അതായത് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ആയി മാറും. പക്ഷേ ഈ പൊട്ടാസ്യം ബൈകാർബണേറ്റ് സ്റ്റേബിൾ ആവില്ല. ഈ ഫോം ചെയ്ത പൊട്ടാസ്യം ബൈകാർബണേറ്റ് KHCO3 വീണ്ടും എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യും? വീണ്ടും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ഫർദർ ആയിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ വീണ്ടും റിയാക്ട് ചെയ്തിട്ട് ഇവരെന്തായിട്ട് മാറും? K2CO3 എന്നായി മാറും. K2CO3 പ്ലസ് H2O, പൊട്ടാസ്യം കാർബണേറ്റ് ആയി മാറും. ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആദ്യം കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് പൊട്ടാസ്യം ബൈകാർബണേറ്റ് KHCO3 ആയി മാറും. ഇതിന് ഈ KHCO3 വീണ്ടും KOHുമായിട്ട് റിയാക്ട് ചെയ്ത് K2CO3 പൊട്ടാസ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ എന്നായിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും യൂസസ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുതൽ നമ്മൾ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇന്നിപ്പോൾ നമ്മൾ ആൽക്കലി മെറ്റൽസിൻ്റെ യൂസസ് വരെ നോക്കി.